السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുകയും പവിത്രമായ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും സത്യവിശ്വാസികളാണ് വിജയിച്ചത്. അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, അതായത് ഭക്തിയും അടക്കവുമുള്ളവരാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നത് നമ്മുടെ ഇബാദത്തുകളിലൂടെയാണ്. ആ ഇബാദത്തുകളിൽ ഏറ്റവും മികച്ചത് നിസ്കാരമാണ്. പലപ്പോഴും നമുക്കുള്ള പരാതി നമ്മുടെ നിസ്കാരത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല. അല്ലാഹു അക്ബർ കൈകെട്ടി ഓർമ്മ ഉണ്ടാവും, പിന്നെ സലാം വീട്ടി എണീറ്റ് പോകും. ഇതിനിടക്കുള്ള പല കാര്യങ്ങളും ശ്രദ്ധയിലുണ്ടാവില്ല. നിർവഹിക്കുന്ന നിസ്കാരങ്ങളെക്കുറിച്ച് തന്നെ പരാതിയുള്ള, സ്വന്തമായി പരാതിയുള്ള എത്രയോ ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ ഓരോ സെക്കൻഡും ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, നമ്മുടെ തഖ്വ വർദ്ധിക്കുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്തുന്ന രൂപത്തിൽ നിർവഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും പലർക്കും അത് സാധിക്കാറില്ല. ഇതിന് പരിഹാരം എന്താണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി എൻ്റെ കൈ പിടിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നി ല ഉഹിബ്ബുക യാ മുആദ്. തീർച്ചയായും മുആദേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നബി ഒരു വസിയത്ത് കൊടുക്കാൻ പോവാണ്. വസിയത്ത് കൊടുക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാളുമായുള്ള മാനസിക അടുപ്പം ഉറപ്പിച്ചു. ആ സ്നേഹം ശക്തമാണെന്ന് അറിയിക്കാൻ അല്ലാഹു ആണേ സത്യം, വല്ലാഹി എന്നാ പറഞ്ഞത്. ല ഉഹിബ്ബുക യാ മുആദ്, അല്ലാഹു ആണേ സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് മുആദേ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് കേട്ടപ്പോൾ അന ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂലേ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഊസിക യാ മുആദ്, മുആദേ നിന്നെ ഞാനൊരു കാര്യം വസിയത്ത് ചെയ്യാണ്. ലാ തദഉ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ. നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഒരിക്കലും നീ വിട്ടുകളയരുത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഇങ്ങനെ പറയുന്നത് നീ വിട്ടുകളയരുത്. ഈ പ്രാർത്ഥന നിസ്കാരത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വിട്ടുന്നതിന് മുമ്പ്. ചില പണ്ഡിതന്മാർ നിസ്കാരത്തിന് ശേഷം, സലാം വീട്ടിയതിന് ശേഷം, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏതായിരുന്നാലും ഒന്നുകിൽ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്കിടയിൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന നമ്മൾ ഒരിക്കലും നീ വിടരുന്നതാണ്. അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണേ, അലാ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, വദിക്രിക, നിന്നെ ഓർക്കാൻ, വഹുസ്നി ഇബാദതിക, നിനക്കുള്ള ഇബാദത്തുകൾ മികച്ച രീതിയിൽ നിർവഹിക്കാൻ. അപ്പൊ നമ്മുടെ നിസ്കാരം നല്ല നിസ്കാരമായിരിക്കാൻ ദുആ ചെയ്യണം. അതാണ് ആദ്യം വേണ്ടത്. എന്തുകൊണ്ടാണ് എൻ്റെ നിസ്കാരം ശരിയാകാത്തത്, എനിക്കൊരു റാഹത്ത് കിട്ടാത്തത് എന്ന് ചിന്തിക്കുന്നതിനു പകരം അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചത് ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തേത് ഈ ദിക്റാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ, എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ അള്ളാഹുവെ
എന്നെ നീ സഹായിക്കണേ. റബ്ബിനോട് തന്നെ നമ്മൾ സഹായം ചോദിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായി, നിസ്കാരത്തിന്റെ മൂല്യം നമ്മൾ അറിയണം. നമ്മൾ നിസ്കരിക്കുന്നു, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുടുംബം പുലർത്താൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്, നമ്മൾ വാഹനം ഓടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഏർപ്പാടുകളും ജീവിതത്തിൽ നമുക്കുണ്ട്. ഇതിൽ ഓരോന്നിനും ഒരു മൂല്യം, ഒരു വിലയുണ്ട്. ഒരു പ്രവർത്തനത്തിനൊരു വില ഉണ്ട്. അതാണല്ലോ രണ്ട് കാര്യം ചെയ്യുമ്പം ഒന്ന് മാറ്റിവെച്ച് മറ്റേത് ചെയ്യുന്നതാണ് അതിനേക്കാൾ പ്രധാനം ഇതാണ് എന്നുള്ളത് കൊണ്ടാണ്. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നിർവഹിക്കുന്ന അമലുകളിൽ ഏറ്റവും മൂല്യവത്തായ അമൽ നിസ്കാരമാണ്. ഇത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കണം. അപ്പം അതിൻ്റെ ഗൗരവം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ വരും, പള്ളിയിൽ വരും, പോവും. ഒരു രീതിയാണ്, വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ജുമക്ക് പോകണം, പള്ളി കാരണം സാവകാശം ഇങ്ങനെ കൊട്ടാവയൊക്കെട്ട് കയറി വന്ന് അങ്ങനെ ഇറങ്ങിപ്പോകണം. എല്ലാവരെ പറ്റിയല്ല പറയുന്നത്. ഇതെനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കാവുന്നൊരു അപജയമാണ്. ആർക്കോ വേണ്ടി വരിക, ആർക്കോ വേണ്ടി പോവുക, മനസ്സിൽ ഇല്ല. പക്ഷേ ഞാൻ ജുമക്ക് ശാഠ്യം പിടിച്ച് വളരെ നേരത്തെ എത്താൻ വേണ്ടി കൃത്യമായിട്ട് വരാൻ ശ്രമിക്കുന്നത് ഞാൻ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വില കൂടിയ ഇബാദത്ത് നിസ്കാരമാണ്. ഇത് നമ്മൾ പഠിപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സത്യവിശ്വാസികളെ, സബർ കൊണ്ടും സലാത്ത് കൊണ്ടും നിങ്ങൾ സഹായം തേടണം. തീർച്ചയായും അള്ളാഹു ക്ഷമ പാലിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പൊ സംയമനം ഉണ്ടാകണം. സംയമനത്തോടുകൂടി നിസ്കരിക്കണം. നിസ്കരിച്ചാൽ നിസ്കാരം മുന്നിൽ വെച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചു, ഈ നിസ്കാരം നീ സ്വീകരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മറ്റു പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം. അപ്പൊ നമ്മൾ റബ്ബിനോട് ഒരു പ്രയാസത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ചോദിക്കുമ്പം റബ്ബിന്റെ മുന്നിൽ വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? നിസ്കാരം. ഞാൻ ഈ നിസ്കാരം മുന്നിൽ വെച്ചിട്ട് നിസ്കാരം കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ, ജമാഅത്തുകൾ പാഴാക്കാത്തവരാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. അള്ളാഹുവെ, ഞാൻ കൃത്യമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ചു പോരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് നീ എന്നെ കരകയറ്റണേ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്ന് കരകയറാൻ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ നിസ്കാരം എടുത്തു വെച്ച് ദുആ ചെയ്യണം. അത്രയും വലിയ സ്ഥാനം നിസ്കാരത്തിനുണ്ട്. അതാണ് ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. നിസ്കാരം കൊണ്ടും സബർ കൊണ്ടും നീ പ്രാർത്ഥിക്കുക, സഹായം തേടുക എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരം നാളെ നമുക്ക് പരലോകത്ത് സിറാത്ത് പാലം കിടക്കുമ്പോൾ വെളിച്ചമായിട്ട് വരും. അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവരുടെ മുന്നിലും വലതുഭാഗങ്ങളിലുമൊക്കെ പ്രകാശമുള്ളതായിട്ട് നിനക്ക് കാണാൻ പറ്റും. നാളെ സിറാത്ത് എന്ന പാലത്തിൽ കൂരിരുട്ടായിരിക്കുമ്പോൾ അപ്പുറം കിടക്കണേ വെളിച്ചം വേണം. ആ വെളിച്ചമായിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഇബാദത്തുകളാണ്. അതിലേറ്റവും വലിയ വെളിച്ചം പകരുന്ന സംഗതി എന്താണ്? തൗഹീദോടുകൂടിയുള്ള നമ്മുടെ നിസ്കാരമാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ, തീർച്ചയായും അതേപോലെ കൃത്യമായി നിസ്കരിക്കുന്നവർ, നാം നൽകിയതിൽ നിന്ന് അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ, രഹസ്യമായും പരസ്യമായും ദാനം ചെയ്യുന്നവർ, അവർ കാക്ഷിക്കുന്നത് നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ്. യർജൂന തിജാറതൻ ലൻ തബൂർ. നിസ്കാരത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു നിസ്കാരവും നഷ്ടമല്ല. എൻ്റെ കുറെ സമയം പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. അത് ഫർള് നിസ്കരിച്ചാലും സുന്നത്ത് നിസ്കരിച്ചാലും ഖിയാമുൽ നിസ്കരിച്ചാലും ഇതൊക്കെ നാളെ വലിയ പ്രതിഫലമായി നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരാനുള്ളതാണ്. നിസ്കാരത്തെപ്പറ്റി അങ്ങനെ കൃത്യമായ ഒരു ബോധം, ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടത്തിലാണ് നിസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് നമ്മൾ ഏർപ്പെടുന്നത് എന്ന ബോധം നമുക്ക് നിസ്കരിക്കുന്ന സമയത്തുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നിസ്കാരം ക്ലിയർ ആയിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, നമുക്ക് അള്ളാഹു നിസ്കാരത്തിലാണ് സന്തോഷം വെച്ചത് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പഠിപ്പിക്കണം. വേറെ എന്ത് ചെയ്താലും, എവിടെ പോയാലും, എവിടെ ടൂർ പോയാലും, കടപ്പുറത്ത് ചെന്നിരുന്നാലും ഒക്കെ മനസ്സമാധാനം കിട്ടുന്ന ആൾക്കാർ ആഗ്രഹിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹു ഒരാൾക്ക് മനസ്സിന് ആശ്വാസം പകരുന്ന നിസ്കാരത്തിലാണ്. നമുക്ക് പ്രയാസം വരുമ്പം നേരെ കടപ്പുറത്ത് ഇരിക്കല്ല വേണ്ടത്. അത് അല്ലാത്ത സന്ദർഭങ്ങളിൽ ആശ്വാസത്തിന് അറാമല്ലാത്ത വിധത്തിൽ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും മാനസിക വിഷമത്തിനുള്ള പരിഹാരവും ടൂറല്ല, ഉല്ലാസമല്ല, മറിച്ചെന്താണ്? നിസ്കാരം, സുന്നത്ത് നിസ്കരിക്കുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു തരും. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അന്നിസാഉ വത്തീബ് വജുഇലതു ഖുറത്തു ഐനി ഫിസ്സലാ. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ
ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി അള്ളാഹു തന്നിരിക്കുന്നത് ഭാര്യമാരെയാണ്, സുഗന്ധമാണ്. അതേപോലെ നിസ്കാരത്തിൽ അവൻ എനിക്ക് കൺകുളിർമ നിശ്ചയിച്ചിരിക്കുന്നു. നമുക്ക് കൺകുളിർമുണ്ടാണെങ്കിൽ നിസ്കരിക്കണം. നിസ്കരിച്ചാൽ കൺകുളിർമയുണ്ടാകും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ ദുനിയാവിൽ ഭാര്യമാരാണ്. അല്ലാതെ അന്യ പെണ്ണുങ്ങളെ വായി നോക്കി നിൽക്കലല്ല. ഫോണിലും പുറത്തും പരിപാടികളിലൊക്കെ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളെങ്ങനെ നോക്കി നിൽക്കൂലേ, അങ്ങനെ അതല്ല നബിക്കിഷ്ടം. നബിക്കിഷ്ടം സ്വന്തം ഭാര്യമാരുടെ കൂടെ ചെലവഴിക്കുക, അവരെ മുഖത്ത് നോക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ കൂടെ ചെലവഴിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം. പിന്നെ സുഗന്ധദ്രവ്യം, അത് നബിക്ക് ഇഷ്ടമാണ്. നബി സുഗന്ധം ഉപയോഗിക്കും. പിന്നെ നബി പറയാണ്, നിസ്കാരത്തിലാണ് എനിക്ക് അള്ളാഹു കൺകുളിർമ നിശ്ചയിച്ചത്. അതേപ്രകാരം സാലിം ബിൻ അബിൽ ജഅദ് അദ്ദേഹം പറയാണ്, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞു, യാ ബിലാൽ അഖിമിസ് സ്വലാ അരിഹ്നാ ബിഹാ, നിസ്കരിക്കണം, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, നീ നിസ്കാരം കൊണ്ട് ആശ്വാസം കൈവരിക്കണം ബിലാലേ. അപ്പൊ നമുക്ക് ആശ്വാസം കൺകുളിർമ മാത്രമല്ല, ഹൃദയവിശാലതയും ആശ്വാസവും നൽകുന്ന ഈ സംഗതി എന്താണ്? നിസ്കാരമാണ്. ഇത്രയും വിലയേറിയ അമൂല്യമായ ഒരു സംഗതിയാണ് നിസ്കാരം എന്ന് തിരിച്ചറിയുന്ന ഒരാൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഒരിക്കലും അശ്രദ്ധനാവില്ല. അയാൾ കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് കൃത്യസമയത്ത് തന്നെ പള്ളിയിലെത്തി ആ ജമാഅത്തിലെ സ്വഫുകളൊക്കെ ചേർന്ന് നിന്ന് എങ്ങനെയാണോ നിസ്കരിക്കാൻ പഠിപ്പിച്ചത് എവിടെയും ഒരു ന്യൂനതയും വരുത്താതെ കൃത്യമായി നിസ്കരിക്കുമ്പോൾ അളവില്ലാത്ത നേട്ടങ്ങളും പ്രതിഫലങ്ങളും അതിന്റെ പിറകെയുണ്ട് എന്നും അള്ളാഹുവിലേക്ക് ഞാൻ ഏറ്റവും അടുക്കുന്നത് ഈ നിസ്കാരത്തിലൂടെയാണ് എന്നുമുള്ള ഒരു ബോധം അവന്റെ മനസ്സിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ സഹായിക്കണേ. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി, എന്നെ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണേ, എൻ്റെ മക്കളെയും നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണേ. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു, എൻ്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ആക്കണം. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്ത്, റബ്ബി ജഅൽനി മുഖീമ സ്വലാ വമിൻ ദുർരിയതി, എന്നെയും എൻ്റെ മക്കളെയും കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അപ്പൊ നിസ്കാരം കൃത്യമായിരിക്കാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നേരത്തെ അല്ലാഹുമ്മ അഇനി എന്ന ദിക്ർ പഠിച്ചതുപോലെ തന്നെ ഈ കാര്യവും നമ്മുടെ മനസ്സിൽ വേണം. നിസ്കാരം നമുക്ക് നൽകുന്ന ഭൗതികവും പാരത്രികവുമായ ഓരോ നേട്ടങ്ങളെക്കുറിച്ചും നിരന്തരമായി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മസലു സ്വലവാത്തിൽ ഖംസി കമസലി നഹരിൻ അലാ ബാബി അഹദിക്കും, 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉപമ നിങ്ങളുടെ വീടിന്റെ വാതിൽക്കലൂടെ അല്ലെങ്കിൽ അടുത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ ഉപമയാണ്. എന്താ അതിന്റെ പ്രത്യേകത? യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്, 5 നേരം നിങ്ങൾ ആ നദിയിൽ കുളിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. വല്ല അഴുക്കും ബാക്കിയുണ്ടോ? നബി ചോദിക്കുന്നുണ്ട്, വല്ല ദറൻ, വല്ല അഴുക്കും നിങ്ങളുടെ ശരീരത്തിൽ പിന്നെ ബാക്കിയുണ്ടാകുമോ? ഇല്ല. അപ്പം വീടിന്റെ തൊട്ട് താഴെക്കൂടെ ഒരു അരുവി ഒഴുകാണ്. ചുരുങ്ങിയത് 5 നേരം നമ്മൾ അരുവിയിൽ കുളിക്കുകയാണ്. ആ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടോ? ഇല്ല. അപ്പൊ ഒരു അരുവിയിൽ കുളിച്ചാൽ ശരീരം എങ്ങനെ ശുദ്ധിയാകുന്നുവോ അതേപോലെ നിസ്കരിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധിയാകും, നമ്മുടെ ഹൃദയം ശുദ്ധിയാകും, നമ്മുടെ ഈമാൻ പവിത്രമാകും. ആ ഒരു നിലവാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെ ഉപമിച്ചിട്ടുണ്ട്. മാത്രമല്ല, പരലോകത്ത് ചെന്നാൽ അള്ളാഹു കാത്തിരിക്കുന്നത് നമ്മൾ നിസ്കരിച്ചോ അല്ലേ എന്നറിയാനാണ്. അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടല്ല, നമ്മളും അള്ളാഹു ഒരുമിച്ച് ആ ഒരു കാര്യം സംസാരിക്കുമല്ലോ പരലോകത്ത്. നാളെ റബ്ബിന്റെ അരികിലേക്ക് നമ്മൾ ചെന്നാൽ ആദ്യം റബ്ബ് ചോദിക്കുന്നത് നിസ്കരിച്ചോന്ന്. എന്റെ നിസ്കാരം എങ്ങനെയുണ്ട്? എന്റെ നിസ്കാരം എടുക്ക്. നിസ്കാരം ശരിയാണെങ്കിലേ പിന്നെ ബാക്കി അമലുകൾ നോക്കണ്ട, പരിശോധിക്കേണ്ട ആവശ്യം പോലുമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമ വിചാരണ ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അസ്വലാ, നിസ്കാരമാണ്. ഫൈൻ സ്വലഹത് സ്വലഹ സായിറു അമലി, അത് നന്നായാൽ മറ്റെല്ലാ അമല് നന്നാകും. നിസ്കാരം ശരിയാകാത്തൊരു അമല് ചെയ്താലും ശരിയാവില്ല. വൈൻ ഫസദത് ഫസദ സായിറു അമലി, നിസ്കാരം മോശമായി പോയാൽ അവന്റെ മറ്റെല്ലാ അമലുകളും മോശമായി പോയി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, നിസ്കാരം കൃത്യമായി ആരാണോ കാത്തു സൂക്ഷിക്കുന്നത് ആ നമസ്കാരം പരലോകത്ത് അവന് വെളിച്ചമായിരിക്കും, അധികൃത പ്രമാണമായിരിക്കും. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അതവനൊരു രക്ഷാമാർഗം, ഒരു മോചനമായിരിക്കും. അവന്റെ നിസ്കാരമാണ് അവനെ നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നത്. അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവന്റെ ബുർഹാൻ, അവന്റെ തെളിവെന്താണ്, അവന്റെ രേഖ എന്താണ്? എനിക്ക് നരകത്തിൽ പോകേണ്ടതില്ല, ഞാൻ സ്വർഗത്തിൽ പോകേണ്ടവനാണ് എന്നതിനുള്ള എന്റെ പ്രൂഫ് നിസ്കാരമാണ്.
അതുകൊണ്ട് നിസ്കാരമാണ് പരലോകത്ത് ഏറ്റവും ആദ്യം പരിശോധിക്കപ്പെടുക. വമൻ ലം യുഹാഫിദ് അലൈഹാ ലം യകുൻ ലഹു നൂർ വലാ ബുർഹാൻ വലാ നജാത്ത്. ആരാണോ കൃത്യമായി നിസ്കരിക്കാത്തത്, നിസ്കാരം കാത്തു സൂക്ഷിക്കാത്തത്, അവന് പരലോകത്ത് പ്രകാശമില്ല, അവന് ഒരു രേഖ, ഒരു പ്രൂഫ് കാണിക്കാനില്ല. അതേപോലെ അവന് നരകത്തിൽ നിന്ന് മോചനവുമില്ല. മറിച്ച് വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫിൻ. മരിച്ചു എന്നാൽ ഖബറിൽ, അതേപോലെ തന്നെ വിചാരണയ്ക്ക് ശേഷം നരകത്തിൽ അവൻ ആരുടെ കൂടെ ആയിരിക്കുമെന്നറിയാമോ? ഫിർഔനിന്റെയും ഏറ്റവും കൊടിയ ധിക്കാരികളും അക്രമികളും നരകാവകാശികളുമായ ഖാറൂനിന്റെയും ഫിർഔനിന്റെയും കൂടെ ആയിരിക്കും. ഹാമാനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെ ആയിരിക്കും. ഉബയ്യ് ഇബ്നു ഖലഫ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ കഠാര എറിഞ്ഞു, അത് കഴുത്തിൽ പതിച്ച് ഒരു ശത്രു മരണപ്പെട്ടിട്ടുണ്ട്. ഒരാളെ നബിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ളൂ, അത് ഉബയ്യ് ഇബ്നു ഖലഫാണ്. അയാൾ നരകത്തിൽ എവിടെയാണോ കിടക്കുന്നത്, നിസ്കരിക്കാത്തവൻ അവിടെയാ കിടക്കുക. അയാൾ ഖബറിൽ എവിടെയാണോ കിടക്കുന്നത്, അയാളുടെ ഖബറിലാണ് നിസ്കരിക്കാത്തവനെ കിടത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു. ഇങ്ങനെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അൽ മസ്ജിദ്. ഒരിക്കൽ നബി പള്ളിയിലേക്ക് കടന്നു വന്നു. ഫദഖല റജുലുൻ ഫസല്ല. വേറൊരാൾ വന്നു, അയാൾ നിസ്കരിച്ചു. സുമ്മ ജാഅ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം കഴിഞ്ഞ് പിന്നീട് നബിയുടെ അടുത്തേക്ക് വന്ന് സലാം പറഞ്ഞു. ഫറദ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സലാം മടക്കി. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇർജി ഫസല്ലി, നീ തിരിച്ചു പോ, വീണ്ടും നിസ്കരിക്കും. നീ ആദ്യം നിസ്കരിച്ചു. ഫഇന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞിട്ടാണ് അയാൾ നബിയുടെ അടുത്തേക്ക് എന്നത്. നബി പറയാൻ നിസ്കരിച്ചിട്ടില്ല, വീണ്ടും നിസ്കരിക്കും. ഫസല്ല സുമ്മ ജാഅ ഫസല്ലമ അല നബി. അയാൾ രണ്ടാമതും നിസ്കരിച്ചു. നബിയുടെ അടുത്തും സലാം പറഞ്ഞു. നബി സലാം മടക്കി. ഫഖാൽ, അപ്പോഴും നബി പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നീ നിസ്കരിച്ചിട്ടില്ല, മാറ്റി നിസ്കരിക്കും. രണ്ടു വട്ടം മാറ്റി. മൂന്നാമത്തെ പ്രാവശ്യം അയാൾ നിസ്കരിച്ചു. അപ്പോഴും നബി അങ്ങനെ തന്നെ പറഞ്ഞു, നീ നിസ്കരിച്ചിട്ടില്ല, മാറ്റി നിസ്കരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എങ്ങനെ നിസ്കരിക്കാനേ അറിയൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ, ഫമാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി, എനിക്ക് ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ അറിയില്ല, എനിക്ക് ശരിയായ നിസ്കാരം പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിസ്കാരം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നബി നിസ്കരിച്ചത്? നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. സല്ലു കമാ റഅയ്തും ഉസല്ലി. ഇത് നമ്മൾ പഠിക്കണം. നിസ്കാരം പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ഉസ്താദുമാരോട് പഠിപ്പിച്ചു തരാൻ പറയണം. കൃത്യമായ നിസ്കാരം ഒന്നും കാണും. അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്, സുജൂദ് റുക്കുവൊക്കെ ഉണ്ട്, പക്ഷെ ശരിയായിട്ടില്ല. എന്ന് നബി അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോന്നോരോന്ന്, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കുമ്പോൾ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമിലായിരിക്കണം. അതേപോലെ തന്നെ ഫാത്തിഹ ഓതണം, ഖുർആൻ നിനക്ക് എളുപ്പമുള്ളത് ഓതണം, റുക്കൂ ചെയ്യണം, റുക്കൂയിൽ നിനക്ക് അടക്കമുണ്ടാകണം. ഇങ്ങനെ നിസ്കാരം സലാം വീട്ടുന്നത് വരെ എങ്ങനെയാണ് കൃത്യമായി നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ ഫഅൽ ദാലിക ഫീ സലാത്തിക കുല്ലിഹാ, ഇങ്ങനെയാണ് നിന്റെ എല്ലാ നിസ്കാരത്തിലും നീ പ്രവർത്തിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധയോടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പരിസരം മറന്ന് നിസ്കരിക്കണം എന്നാണോ? യാതൊരു ബോധവുമില്ലാതെ, സ്ഥലം അറിയാതെ, സമയം അറിയാതെ, അതല്ല. ധ്യാനം ഇസ്ലാമിലില്ല. ധ്യാനം മറ്റെല്ലാ മതത്തിലുണ്ട്. മിണ്ടാതിരിക്കുന്ന പരിപാടി ഒന്നും മിണ്ടാതെ, എവിടെയും ശ്രദ്ധിക്കാതെ, എല്ലാം മറന്നിരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. മൗന പ്രാർത്ഥന ഹറാമാണ്. ഏതെങ്കിലും സദസ്സിൽ നമ്മൾ 1 മിനിറ്റ് മൗന പ്രാർത്ഥന എന്നാൽ ദിക്റിലിക്കോളി, അതിൽ നമ്മൾ കൂടരുത്. എന്താ കാരണം? മൗനം ശൈത്താൻ നമ്മൾ ഉള്ളിൽ കയറാനുള്ള സമയമാണ്. ദിക്റാണ് ഇസ്ലാമിലുള്ളത്, ഗഫലത്തില്ല. മിണ്ടാതിരിക്കൽ. ധ്യാനം ഇസ്ലാമല്ല, ധ്യാനം കുഫ്റാണ്. ഇസ്ലാമിലുള്ള ദിക്റാണ്. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി നിസ്കാരം നിലനിർത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും നമ്മൾ നല്ല ബോധത്തോടു കൂടിയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന ദിക്റുകളെ പറ്റി ബോധം വേണം. ഇത് ഫാത്തിഹയാണ് ഓതുന്നത്, ഇത് സൂറത്താണ്, ഇത് ദിക്റാണ്, ഇത് പ്രാർത്ഥനയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അല്ലാതെ യാതൊരു ബോധമില്ല, പരിസര ബോധമല്ലാതെ നിസ്കരിക്കുക, അങ്ങനെ ഒരിക്കലുമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, കുൻതു അനാമു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ മുന്നിൽ ഉറങ്ങിക്കിടക്കാറുണ്ട്. വരിജലായ ഫീ ഖിബ്ലത്തിഹി, അദ്ദേഹത്തിന്റെ ഖിബ്ലയുടെ ഭാഗത്ത് എന്റെ 2 കാലുകൾ ഉണ്ടാകും. ഫൈദാ സജദ ഗമസനി, ഞാൻ അദ്ദേഹം സുജൂദിലേക്ക് പോകുമ്പോൾ എന്റെ കാലിങ്ങനെ തള്ളി മാറ്റും. ഫഖബൽതു റിജ്ലയ്യ, അങ്ങനെ ഞാൻ എന്റെ കാല് ആ സമയത്ത് ഇങ്ങനെ ഓർമ്മ വന്ന് പിടിച്ചു വെക്കും. ഫൈദാ ഖാമ ബസത്തുഹുമ, അദ്ദേഹം നിസ്കാരം എണീറ്റ് ഞാൻ പിന്നെ നിർത്തി വെക്കും, അതുവരെ മടക്കി വെക്കും. അപ്പം ആയിഷാബി കിടന്നുറങ്ങുമ്പോൾ ആ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നബി ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നു. നബി നിസ്കരിക്കാൻ ആയിഷാബി കിടക്കുകയാണ്. അപ്പൊ ആയിഷാബി കാല് നിവർത്തും മടക്കി വെക്കുന്നിടത്താണ് ഖിബില.
അപ്പൊ നബി സുജൂദിലേക്ക് പോകുമ്പോൾ ആയിഷാബി കാല് നിവർത്തി വെച്ചെടുത്താണ് കിബിലയുള്ളത്. ആയിഷാബി അത് അവിടെ നിന്ന് മടക്കി ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് നബി സുജൂദിലേക്ക് പോകും. അപ്പൊ നിസ്കാരത്തിൽ വല്ല ദോഷവും സംഭവിച്ചോ? ഇല്ല. പരിസരം മറന്നുള്ള നിസ്കാരമല്ല എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിസ്കാരത്തിൽ നമ്മൾ ചെയ്തു, ഒന്ന് അങ്ങോട്ട് മാറ്റിവെച്ചു, നിർബന്ധിതമായ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ, അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്നില്ല. ആയിഷാബി പറയുന്നുണ്ട്, വൽ ബുയൂത്ത് യൗമഇദിൻ ലൈസ ഫീഹാ മസാബിഹ്, അന്നൊന്നും വീടുകളിൽ വിളക്കുകളില്ല എന്ന് ആയിഷാബി പ്രത്യേകം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അബൂ ഖത്താദ റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം നിസ്കരിച്ചു. വഹുവ ഹാമിലു ഉമാമത ബിൻതി ഇബ്നതിഹി സൈനബ്, നബിയുടെ മകൾ സൈനബിന്റെ മകൾ ഉമാമ, നബിയുടെ മകളാണ് സൈനബ്. സൈനബിന്റെ മകൾ ഉമാമ ചെറിയ കുട്ടിയെ, പേരക്കുട്ടി, അവരെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത്. ഫക്കാന ഇദാ സജദ വദാഹ, സുജൂദ് ചെയ്യുമ്പോൾ അവരെ താഴെ വെക്കും. വൈദാ ഖാമ ഹമലഹ, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെടുത്ത് നിസ്കരിക്കും. അപ്പൊ കുട്ടികളെ എടുത്ത് നിസ്കരിക്കാം ചില സന്ദർഭങ്ങളിൽ. അത്തരമൊരു ഘട്ടം വന്നാൽ അങ്ങനെ നിസ്കരിച്ചാൽ പോലും നിസ്കാരത്തെ അത് ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പരിസരം മറന്നുള്ള നിസ്കാരം വേണം എന്നല്ല നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രദ്ധയോടെ, നിസ്കാരത്തിലുള്ള പൂർണ്ണ ശ്രദ്ധയോടെ നിസ്കരിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഈ അമിത് കണ്ണിമയൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, ഹറാമാണ്. ചില ആൾക്കാർ ഭക്തി കൂടുതൽ കിട്ടാൻ വേണ്ടി കണ്ണടച്ച് നിസ്കരിക്കും. നിസ്കരിക്കുമ്പോൾ അവിടെ നോക്കേണ്ടത് സുജൂദിലേക്ക് നോക്കണം. കണ്ണ് ചിമ്മയെ സുജൂദിൽ നോക്കാൻ പറ്റുക, സുന്നത്ത് പോയില്ലേ? അപ്പൊ സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കിയാണ് നിസ്കരിക്കേണ്ടത്. കണ്ണ് ചിമ്മുന്നത് അനുവദനീയമാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കറാഹത്താണ്, ചിലർ ഹറാമാണ് എന്ന് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത്. അത്തഹിയാത്തിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? അത്തഹിയാത്തിൽ വിരലിലേക്ക് നോക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിരുവിട്ട കൃത്രിമമായ ഹാവഭാവങ്ങൾ പ്രകടിപ്പിച്ചുള്ള നിസ്കാരം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഹലക്കൽ മുത്തനത്തിഉ എന്നാണ്. അതായത് സങ്കീർണത മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ആളുകൾ തുലഞ്ഞുപോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഒരിക്കൽ നബി ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദൽ, ഏതാണ് അമലുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത്? ഖാല സ്വലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം. സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് മഗ്‌രിബ് നിസ്കരിക്കുന്നതല്ല, ഓരോ നിസ്കാരവും അതിന്റെ സമയത്ത് നിർവഹിക്കണം. പിന്നെ ഏതാണ്? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, പിന്നെ അള്ളാന്റെ മാർഗത്തിലെ ജിഹാദ്. ഏറ്റവും നല്ല അമൽ ഏതാണ് എന്നുള്ളതിന് കൃത്യസമയത്തുള്ള നിസ്കാരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഓർമ്മയിലുണ്ടാകണം. പിന്നെ നമ്മുടെ മനസ്സും ശരീരവും നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവുമൊക്കെ ശുദ്ധിയിലായിരിക്കണം. ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് സമയമായി ഖിബലക്ക് നേരെ തിരിഞ്ഞു, അങ്ങനെ നമ്മൾ അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളത് നമ്മുടെ നിസ്കാരം മികച്ചതായിരിക്കാൻ, ഏറ്റവും നല്ല ഇഷ്ടമുള്ള, നമുക്ക് റാഹത്തായി നിസ്കരിക്കാനുള്ള ഒരു കാരണമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഖലഅന അലൈഹി ഫവദഅഹുമാ അൻ യസാരിഹി, ചെരുപ്പ് രണ്ടും ഒരു ഇടതുവശത്തേക്ക് മാറ്റിവെച്ചു. സ്വഹാബികളെല്ലാവരും ചെരുപ്പ് ഊരിയിട്ട് ഇടതുവശത്തേക്ക് മാറ്റിവെച്ചു. കാരണം ഇമാമ് മാറ്റിവെച്ചില്ലേ. അവർ വിചാരിച്ചു ഇനി നമ്മൾ ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് മണൽ ആണ് താഴെയുള്ളത്, കാർപ്പറ്റുകളല്ല. ചെരുപ്പിട്ടിട്ട് നിസ്കാരം, നബിയും ചെരുപ്പിട്ടിട്ട് നിസ്കരിക്കുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ഊരി വെച്ചു. എല്ലാ സ്വഹാബികളും ചെരുപ്പ് ഊരി വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു, മാ ഹമലക്കും അലാ ഇൽഖാഇനി ആലിക്കും, ഇതിനെല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചത്? അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ അഴിച്ചു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീല അലൈഹിസ്സലാം അതാനി ഫഅഖ്ബറനി അന്ന ഫീഹി മാ ഖദറ, എന്റെ ചെരുപ്പിൽ മാലിന്യമുണ്ടെന്ന് ജിബ്രീൽ വന്ന് എന്നെ അറിയിച്ചു. അപ്പൊ അത് അറിഞ്ഞാലുള്ള, അറിയാതെ ആണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമില്ല, അള്ളാഹു തീർച്ചയായിട്ടും മാപ്പ് തരും. അപ്പൊ അതിന്റെ മുകളിൽ മാലിന്യമുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വന്ന് അറിയിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഊരി വെച്ചത്. എല്ലാവരും ഊരി വെക്കേണ്ട ആവശ്യമില്ല, മാലിന്യമുള്ളവർ മാത്രമേ ഊരി വെക്കേണ്ടതുള്ളൂ. അപ്പം നിസ്കരിക്കുന്ന സ്ഥലത്ത് മാലിന്യമുണ്ടാകാൻ പാടില്ല, നജസ്സുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ സംഗതിയും ശ്രദ്ധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രകാരം, നിശ്ചയിച്ച പ്രകാരം നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരം നമുക്ക് കൺകുളിർമയോടെ നിർവഹിക്കാൻ സാധിക്കും. അതിനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫഊസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കുക, തഖ്വയോടെ ജീവിതം നയിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അവകാശങ്ങളൊക്കെ വീട്ടിയ അവസ്ഥയിലാണ് നമ്മൾ നിസ്കരിക്കാൻ വരേണ്ടത്. നമുക്ക് പല ചുമതലകളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, പണമുണ്ട്, സദഖ കൊടുക്കാനുള്ളതാണ്, ആർക്കെങ്കിലും കൊടുക്കാൻ, പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള പൈസ, അത് കൊടുത്തിട്ടില്ല, അങ്ങനെ നിസ്കരിക്കാൻ വന്നെങ്കിൽ അദ്ദേഹത്തിന് ബേജാറാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? സദഖ കൊടുക്കും. ഇത് നബി മാത്രമല്ല, സ്വഹാബികളൊക്കെ ഈ രൂപത്തിൽ. ഉഖ്ബ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വല്ലൈതു വറഅ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ അസ്റ, ഞാൻ നിൽക്കെ മദീനയിൽ വെച്ച് നബിയുടെ കൂടെ അസ്ർ നിസ്കരിക്കുകയാണ്. ഫസല്ലമ സുമ്മ ഖാമ മുസ്രിയ, സലാം വീട്ടി നബി വേഗത്തിൽ വീട്ടിലേക്ക് പോയി. ആളുകളെ കവച്ച വെച്ച് നബി അങ്ങ് ഓടിപ്പോയി. പിന്നെ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, എന്തു പറ്റി? നബിക്കത് മനസ്സിലായി. നബി പറഞ്ഞു, സക്കർത്തു ശൈഅൻ മിൻ തിബ്രിൻ ഇന്ധന, എൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫകരിഹ്തു അൻ യഹ്ബിസനി ഫഅമർതു ബിഖിസ്മതിഹി, അതെൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കുന്നത് ഞാൻ വെറുത്തു. കാരണം അത് സദഖ കൊടുക്കുന്നതിന് മരിച്ചുപോയാൽ നമ്മളെ ബാധ്യതയില്ലേ, വേറെ ആൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പം എന്ത് ചെയ്തു? അത് സദഖയ്ക്ക് നീക്കി വെച്ച സംഗതി ആയതുകൊണ്ട് അതുവേണ്ടി ഇങ്ങനെയുള്ള ബാധ്യതകൾ, പ്രത്യേകിച്ചും ദീനിയായ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നവർക്ക് നിസ്കരിക്കാൻ പറ്റും. സഹോദരന്മാരെ വഞ്ചിക്കുന്ന ആളുകൾ, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവർ, അതേപോലെ തന്നെ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചു പുതിയതാണെന്ന് പറഞ്ഞ പഴയ വസ്തു വിറ്റവർ, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ബാധ്യതകളിലൊക്കെ അലംഭാവം കാണിച്ചു നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല. നമ്മുടെ നിസ്കാരം റാഹത്താണെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബാധ്യതകൾ ഇസ്ലാമികമായി കൃത്യമായി നിർവഹിച്ചുകൊണ്ടും നിറവേറ്റിക്കൊണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ നിസ്കരിക്കാൻ വരുമ്പം ധൃതി കാണിക്കാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തിന് ഒരുങ്ങിയാൽ പിന്നെ നിസ്കാരത്തിലാണ്. വീട്ടിൽ നമ്മൾ ഒതുവെടുത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരികയാണ്, അതോടുകൂടി നമ്മൾ നിസ്കാരത്തിലായി. പിന്നെ നിസ്കരിക്കുന്നവനാണ് നമ്മളെ ഹുക്കും. നമ്മൾ വീട്ടിൽ നടക്കുകയാണെങ്കിലും ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴല്ല ഓരോ പാപങ്ങൾ പുറത്തു വരും. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ ഓരോ പദവി അള്ളാഹു സ്വർഗത്തിലേക്ക് തരും. അതുകൊണ്ട് കഴിയുന്നതും അടുത്തൊക്കെയാണ് നടന്നിട്ട് തന്നെ വെളിയിലേക്ക് വരണം. നടന്നാൽ ഓരോ പാദം മുന്നോട്ട് വെക്കുമ്പോഴും നമ്മുടെ ഒരു പാപം അല്ല പുറത്തു വരും. ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും ഓരോ പദവികൾ അള്ളാഹു ഉയർത്തി. നിസ്കാരത്തിലാണ് നമ്മൾ, അതതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ വന്നിരുന്നാലോ, നിസ്കരിക്കുന്നത് വരെയുള്ള നമ്മുടെ ദുആകൾ പ്രത്യേകം സ്വീകരിക്കും. ബാങ്ക് ഇഖാമത്തിനിടയിലുള്ള ദുആയാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദുആ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആയേക്കാൾ നിസ്കാര പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടൽ എപ്പോഴാണെന്നറിയാം? നിസ്കരിക്കുന്നതിന് മുമ്പാണ്, ബാങ്ക് കൊടുത്ത് ഇഖാമത്തിനിടയിൽ. അപ്പൊ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് തന്നെ കഴിയുന്നതും പള്ളിയിലെത്തിയാൽ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള സമയത്ത് വർത്താനം പറഞ്ഞിരിക്കുക, മൊബൈൽ ഫോൺ തോണ്ടി നിൽക്കുകയല്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം, നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിനോട് പറയണം. അങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആ സമയം. പക്ഷേ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒരിക്കലും ധൃതി കാണിച്ചു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സമയത്തുമുൽ ഇഖാമത ഫംശു ഇല സ്വലാ വഅലൈക്കും ബിസ്സകീനതി വൽ വഖാർ. നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ നിസ്കാരത്തിലേക്ക് നടക്കണം. അടക്കവും അതേപോലെ തന്നെ ഒതുക്കവും നിങ്ങൾ പാലിക്കണം. നമ്മൾ അച്ചടക്കത്തോടു കൂടി വരണം. ഓടി വന്ന് പള്ളി കയറരുത്, നടന്നു വരണം. സാധാരണ വേഗതയിൽ നടന്നിട്ട് വരണം. അങ്ങനെ ധൃതിയിൽ വന്ന് നിസ്കാരത്തിലേക്ക് പങ്കെടുക്കുന്നത് അനുവദിച്ചിട്ടില്ല. ഫമാ അദ്റക്തും ഫസല്ലു, നിങ്ങൾക്ക് ഇമാമത്ത് ജമാഅത്ത് കിട്ടുകയാണെങ്കിൽ, ആ റക്കഅത്ത് കിട്ടുകയാണെങ്കിൽ നിസ്കരിക്കും. ഇല്ലെങ്കിൽ വമാ ഫാത്തക്കും ഫാത്തിമു, നിങ്ങൾ കയറി വന്നപ്പോഴേക്കും ഒരു റക്കഅത്ത് കഴിഞ്ഞുപോയി, ബാക്കിയുള്ളത് നിങ്ങൾ എഴുന്നേറ്റ് പൂർത്തിയാക്കുക. റക്കഅത്ത് കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടിക്കയറാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവധാനതയോടെയാണ് നിസ്കാരത്തിലേക്ക് വരേണ്ടത്. ഈ അവധാനത നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാനും കൺകുളിർമയുള്ളതായിരിക്കാനുമുള്ള ഒരു മേന്മയായിട്ട് കാണാൻ പറ്റും. മറ്റൊന്ന്, കൃത്യമായിട്ട് ഒളു എടുക്കണം നിസ്കാരം ശരിയാണെങ്കിൽ. ഏകദേശം ഇങ്ങനെ കയ്യെ കഴിക്കുന്ന പോന്നാൽ പോരാ, 3 വട്ടം കഴുകണം. 3 വട്ടമേ കഴുകാവൂ, 4 വട്ടം കഴുകാൻ പാടില്ല. ഇങ്ങനെ പൈപ്പിനിടയിൽ കുറേ വട്ടം ഇങ്ങനെ കൈ കഴുകിയാൽ കൈ കഴുകലാവില്ല. അതാ 3 കണക്ക് ഓർമ്മ വേണം. അങ്ങനെയാണ് ഒളു എടുക്കേണ്ടത്, ഓരോ അവയവങ്ങളും കഴുകേണ്ടത്. ഒന്നുകിൽ 1 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ഒറ്റയായിട്ട് നമ്മളത് നിർവഹിക്കുന്നു. ഇനി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും മാമിൻകും മിൻ അഹദിൻ യതവല്ലഹു ഫയുബ്ലിഗ് ഔ ഫയുസ്ബിഗ്, നിങ്ങളിൽ ഒരാൾ ഒളു എടുക്കുന്നു, കയറ്റി കഴുകുന്നു. എന്നാൽ മുട്ടുവരെ കഴുകുമ്പോൾ കുറച്ചൊരു മുകളിലേക്ക് കഴുകുക, നിര്യാണി കഴുകുമ്പോൾ നിര്യാണി കുറച്ചൊരു മുകളിലേക്ക് കഴുകുക. അങ്ങനെ നിങ്ങൾ നന്നായി ആരാണോ ഒളു എടുക്കുന്നത്, സുമ്മ യഖൂലു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു, ഒളു കഴിഞ്ഞ് 2 ഷഹാദത്തുകൾ ആരാണ് ചൊല്ലുന്നത്, ഇല്ലാ ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൽ 8 വാതിലുകളും അവന് വേണ്ടി തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഏത് വാതിലുടെയും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു അനുമതി കൊടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒളു എടുക്കണം. നമ്മൾ ഒളു ശരിയല്ലെങ്കിലും നിസ്കാരത്തിന് ഭക്തി ഉണ്ടാവില്ല, നിസ്കാരത്തിന് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ നിസ്കാരം കുളിർമയോടുകൂടി നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ഒളു തന്നെ എന്തായിരിക്കണം? അതിന് യോജിച്ചതായിരിക്കണം. മറ്റൊന്ന്, നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം, തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? അത് നിസ്കാരമാണ്. അത് നന്നായാലെല്ലാം നന്നായി എന്ന് പറഞ്ഞതിന് ശേഷം ഫർള് നിസ്കാരങ്ങളൊക്കെ പരിശോധിച്ച് നബി പറയാണ്, അതിൽ തന്നെ ഉള്ളുറു ഹല്ലി അബ്ദി മിൻ തതവ്വു, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട്
സ്വർഗത്തിലേക്കുള്ള അവകാശം എത്തുന്നില്ലെങ്കിൽ സുന്നത്തുകൾ വല്ലതുമുണ്ടോ? ഫർളിൽ വല്ല വീഴ്ചയും വന്നാൽ സുന്നത്ത് നിസ്കാരങ്ങൾ അവന്റെ കൂടെയുണ്ടോ? എങ്കിൽ ആ സുന്നത്ത് ഫർളിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കും. എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യനല്ലേ, വീഴ്ചകൾ പറ്റും. അപ്പോൾ ഫർള് നിസ്കാരത്തിൽ നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ, സഫ് നിൽക്കുന്നതിലോ അല്ലെങ്കിൽ അതിന് കൃത്യസമയത്ത് പങ്കെടുക്കുന്നതിലോ ഒക്കെ സംഭവിക്കുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നത് ഫർളിനോടൊപ്പം നമ്മൾ നിർവഹിക്കുന്ന സുന്നത്താണ്. സാധിക്കുമെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കണം. വീട്ടിൽ നിസ്കരിക്കാമെന്ന് മാറ്റിവെച്ചാൽ നിസ്കാരം നഷ്ടപ്പെട്ടുവെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. എങ്ങനെയാണത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ഫർളിനോടൊപ്പം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഫർള് നിസ്കാരം കൺകുളിർമയോടെ നിർവഹിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ എല്ലാ നിയമത്തുകളും നമ്മൾ ഓർക്കണം. ഒരു വിരൽ ചലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്താണ്. ഹൃദയം പിടിക്കണമെങ്കിൽ അള്ളാഹിന്റെ നിയമത്താണ്. ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ അള്ളാഹിന്റെ നിയമത്താണ്. ചെറുതും വലുതും നമ്മൾ ജീവിതത്തിൽ ആസ്വദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, നമ്മളും നമ്മുടെ വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും റബ്ബ് തന്ന നിയമത്താണ്. റബ്ബ് തന്ന നിയമത്തിന് നന്ദി കാണിക്കാനാണ് നിസ്കരിക്കുന്നത്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലാ വാലിദയ്യ, എനിക്കും എന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ നൽകിയ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ റബ്ബേ എനിക്ക് നീ അനുഗ്രഹം തരണേ. നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എന്റെ വാപ്പാക്കും ഉമ്മാക്കും നീ അനുഗ്രഹങ്ങൾ കൊടുത്തു. ഈ ഉമ്മാക്കും വാപ്പാക്കും കൊടുത്ത അനുഗ്രഹങ്ങളും എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങളും, ഇത് രണ്ടിനും നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അള്ളാഹു തന്ന എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾക്ക് നന്ദിയാണ്. വളരെ ഇഷ്ടത്തോടുകൂടി അള്ളാഹുവിന് കൊടുക്കുന്ന നമ്മുടെ സമ്മാനമാണ് നിസ്കാരം. അത് അശ്രദ്ധമായി മലംഭാവത്തിലും നിർവഹിക്കേണ്ടതല്ല. ഇങ്ങനെയുള്ള ഒരു ബോധത്തോടുകൂടി നമ്മുടെ നിസ്കാരം കൊണ്ടുവരണം. അശ്രദ്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ചില ആളുകളുണ്ട് നിസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കും. ആ പണി അവർ നിർത്തുക തന്നെ വേണം. ഔലാ തർജിയിലേക്കും, അല്ലെങ്കിൽ ആ കണ്ണ് അവരിലേക്ക് തിരിച്ചു വരില്ല കേട്ടോ. അല്ലെങ്കിൽ ലതഖ്തഫന്ന എന്ന വേർച്ച റിപ്പോർട്ടുള്ളത്, അത് റാഞ്ചി എടുക്കപ്പെടുക തന്നെ ചെയ്യും. ലതുഖ്തഫന്ന, അത് റാഞ്ചി എടുക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ നിസ്കരിക്കുമ്പോൾ മനഃപൂർവ്വം അറിയാതെ നോക്കിയാൽ ഉടനെ നമ്മൾ തിരിച്ചു വരണം. ആകാശത്തേക്ക് നോക്കി നിസ്കരിക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, വാതിൽക്കലേക്ക് നോക്കി, നയല് നോക്കി, അതിലാരാ പോകണം നോക്കി അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് അശ്രദ്ധമായി, ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അശ്രദ്ധമായി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അനാവശ്യ ചലനങ്ങൾ, നിസ്കാരത്തിലുള്ള ചലനങ്ങളല്ലാതെ അവിടെ ചൊറിഞ്ഞ് കുടുക്കഴിച്ച് കുടുക്കിട്ട് പല തരത്തിലും അലംഭാവത്തോടെ അശ്രദ്ധമായി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ അങ്ങനെ നിസ്കരിക്കുന്ന അവരെ ശാസിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ തന്നെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയായി സഫിൽ നിന്ന് അടങ്ങി ഒതുങ്ങി നിസ്കരിക്കുക, അനാവശ്യമായ ഇളക്കങ്ങളും മറ്റില്ലാതിരിക്കുക. നിസ്കാരത്തിലെ ഓരോ ചലനങ്ങളും പഠിപ്പിക്കപ്പെട്ട മുറയിൽ നിർവഹിക്കുക. ഖുർആൻ പാരായണം, നമുക്കറിയാവുന്ന സൂറത്തുകൾ കഴിവതും ഓതും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പതിവായി ഓതുന്ന സൂറത്തുകളുടെ അർത്ഥമൊക്കെ പഠിക്കണം. അത് പഠിപ്പിച്ചു തരാൻ ഉസ്താദുമാരോട് പറയണം. നമ്മൾ പതിവായി ഓതാനൊക്കെയുള്ള സൂറത്തുകളുണ്ടല്ലോ, അതിന്റെ ആശയമൊക്കെ മനസ്സിലാക്കുക. ദിക്റുകൾ, നിസ്കാരത്തിൽ ഒരു ദിക്റിന്റെയും സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തുടങ്ങി നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹ് നടത്തുന്നത് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി അവിടെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ മുതൽ ഇങ്ങോട്ട് ദിക്റിന്റെ അർത്ഥങ്ങൾ പഠിക്കണം. സുജൂദിലെ പ്രാർത്ഥനകൾ, റുക്കൂയിലെ പ്രാർത്ഥനകൾ, എഴുത്തിദാലിലെ പ്രാർത്ഥനകൾ, ഇടയെഴുത്തിലെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ മാറി മാറി ഉരുവിടാൻ ശ്രദ്ധിക്കണം. ഇപ്പൊ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ചെല്ലാം നമുക്ക് റുക്കൂയിൽ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് ചെല്ലാം, അല്ലാഹുമ്മ ലക റകഅതു വലക സജദതു എന്നുള്ള പ്രാർത്ഥന ചെല്ലാം. അങ്ങനെ പല പ്രാർത്ഥനകളുണ്ട്. അല്ലെങ്കിൽ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അളമ. പല പ്രാർത്ഥനകൾ റുക്കൂയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സുജൂദിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു നിസ്കാരത്തിൽ ഒന്ന് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഒരു റക്അത്തിൽ ഒന്നില്ല, അടുത്ത റക്അത്തിൽ വേറെ ചെല്ലാം. ഒരു നിസ്കാരത്തിൽ ഒന്നില്ല, അടുത്ത നിസ്കാരത്തിൽ വേറെ ഒന്നുമില്ല. അപ്പൊ എന്താണ്? പല പ്രാർത്ഥനകൾ ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാവും. ഒരേ പ്രാർത്ഥന ഇല്ല, ചിലപ്പോൾ യാന്ത്രികമായിരിക്കും. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നിർവഹിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ നിസ്കാരം കൺകുളിർമയുള്ളതായി തീർക്കുക. അള്ളാഹുവിന് കൊടുക്കാൻ നമ്മളെടുത്ത് വേറൊന്നുമില്ല, നമ്മുടെ ഇബാദത്തുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും നിസ്കാരവും മുഴുവൻ ഇബാദത്തുകളും അതിന്റെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നതിനാൽ അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ.
നമ്മുടെ പള്ളിയിൽ സാധാരണ വരാറുണ്ടായിരുന്ന ജുമാക്കൊക്കെ തറാവീഹ് ഈത്തിക്കാഫിരിക്കാനൊക്കെ നമ്മുടെ ഈ പള്ളിയിൽ സജീവമായിരുന്ന നമ്മുടെ ബഹുമാന്യ സഹോദരൻ സുബൈർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് തൗഹീദിലേക്ക് വരാനും അതേപോലെ തന്നെ ആ നിലക്കുള്ള സന്തോഷമുണ്ടാകാനൊക്കെ അവസരമുണ്ടായ ഒരു മഹദിയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദോടെ മരണപ്പെട്ട നമ്മുടെ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും പണ്ഡിതന്മാർക്കും മാതാപിതാക്കൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.